വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമ. SMACT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMACT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 30 അതായത് ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്ര ആദ്യ പാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു. മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത്. അതുമാത്രമല്ല, മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ്. അതായത് മേടം 1 തീയതി മുതൽ മേടം 10 തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക. മേടം 1 തീയതി മുതൽ മീനം 30 തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത്. സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടക രാശിയിലും കേതു കന്നിരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില. വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം 31 തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം 4 തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും. മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട്. ഈ ഗ്രഹങ്ങളുടെ സംക്രമ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ബലങ്ങളാണ്. അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം. വിഷു സംക്രമ ബലമായി രോഹിണി നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കുമൊക്കെ സഹകരിക്കും. അനാവശ്യമായ ആദിയും സംശയങ്ങളൊക്കെ ഒഴിവാക്കണം. നിലവിലുള്ള വാഹനമൊക്കെ മാറ്റി വലിയ വാഹനം വാങ്ങിക്കാനൊക്കെ ഇടവരും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അംഗീകാരമൊക്കെ ലഭിക്കും. സാധു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുകൂടും. ഇടവ മാസത്തിൽ ഗ്രഹനിർമ്മാണമൊക്കെ പൂർത്തിയാക്കാൻ കഴിയും. മുടങ്ങിക്കിടന്ന വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പുകളിലുമൊക്കെ വിജയിക്കും. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുകയാണെങ്കിൽ ദാമ്പത്യ ബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനത്തോടു കൂടിയുമുള്ള ഒരു ജീവിതമൊക്കെ ഉണ്ടാകും. മിഥുന മാസത്തിൽ കടം കൊടുത്ത തുക മധ്യസ്ഥത മുഖാന്തരം ഗഡുക്കളായി ലഭിക്കുവാൻ ഉള്ള ധാരണയൊക്കെ ആകും. മക്കളുടെ സുരക്ഷിതത്വം മാനിച്ച് സുരക്ഷിതമായുള്ള സ്ഥലത്തേക്കൊക്കെ മാറി താമസിക്കാൻ നിർബന്ധിതനാകും. പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിർദ്ദേശമൊക്കെ തേടും. കീഴ്ജീവനക്കാരുടെ കുതന്ത്രങ്ങൾ നിയന്ത്രിക്കുവാനൊക്കെ സാധിക്കും. വ്യവസ്ഥകൾക്കതീതമായി പ്രവർത്തിക്കാൻ സാധിച്ചതിനാൽ പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള ഇടവരും. കർക്കിടക മാസത്തിൽ ഗുണനിലവാരം കുറഞ്ഞ ഗ്രഹോപകരണങ്ങളിൽ നിന്ന് അഗ്നിബാധ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ പഠന ഗവേഷണ പരീക്ഷണങ്ങളിലൊക്കെ നിരീക്ഷണങ്ങൾക്കായി കൂടുതൽ പ്രയത്നം വേണ്ടിയതായിട്ടൊക്കെ വരും. യാത്രാക്ലേശവും ദൂരദേശവാസവും വേണ്ടതായിട്ടൊക്കെ വരും. ഉദ്യോഗമാറ്റമൊക്കെ ഉണ്ടാകും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. ചിങ്ങമാസത്തിൽ പുനർപരീക്ഷാ വിജയ ശതമാനമൊക്കെ കൂടും. ഉദ്ദേശിച്ച വിഷയത്തിൽ ആഗ്രഹിച്ച സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിനൊക്കെ ചേരാൻ സാധിക്കും. പ്രവർത്തന മേഖലകളിൽ അത്ഭുതപൂർവമായ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ ആഗ്രഹിച്ച വിധത്തിൽ തന്നെ നേടിയെടുക്കാൻ കഴിയും.
ആത്മനിർവൃതിയൊക്കെ ഉണ്ടാകും. കലാകായിക രംഗങ്ങളിൽ അതേപോലെ നറുക്കെടുപ്പ്, സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിലൊക്കെ വിജയിക്കും. കന്നിമാസത്തിൽ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമൊക്കെ കിട്ടും. പദ്ധതി ആസൂത്രണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനാൽ കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കുവാനൊക്കെ സാധിക്കും. സമയമുള്ള പദവിയിൽ നിന്നൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. ആദരവും വിനയവുമുള്ള സമീപനം മാർഗതടസ്സങ്ങളെയൊക്കെ അതിജീവിപ്പിച്ച് സർവകാര്യ വിജയം നേടാനൊക്കെ ഉപകരിക്കും. തുലാമാസത്തിൽ അന്ധമായ അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. വിജ്ഞാനം നേടാനും പകർന്നു കൊടുക്കാനുമുള്ള സാഹചര്യങ്ങളുണ്ടാകും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവബലമൊക്കെ ഉണ്ടാകുന്നൊരു മാസം കൂടിയാണ്. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടവും വന്നുചേരും. വൃശ്ചിക മാസത്തിൽ മാതാപിതാക്കളെ അനുസരിക്കുക, ആദരിക്കുക തുടങ്ങിയവ ആദരങ്ങൾക്ക് വഴിയൊരുക്കും. വെല്ലുവിളികളെ അതിജീവിപ്പിക്കുവാനുള്ള ആത്മധൈര്യമൊക്കെ ഉണ്ടാകും. വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാകാതെ പ്രത്യേകം സൂക്ഷിക്കണം. ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമതമാക്കുവാനൊക്കെ സാധിക്കും. ധനുമാസത്തിൽ വ്യക്തമായ ധാരണയും ലക്ഷ്യബോധവുമുള്ളതിനാൽ സംയുക്ത സംരംഭത്തിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യാപാരം തുടങ്ങും. ആരാധനാലയങ്ങളിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കൊക്കെ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാനുള്ള ഇടവരും. ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വസ്ഥത അനുഭവപ്പെടും. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, വാതസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. കുടുംബത്തോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസയാത്രയ്ക്കുള്ള അവസരങ്ങൾ കൂടി ഉണ്ടാകും. മകരമാസത്തിൽ മേലധികാരികൾ ചെയ്തു വെച്ച അബദ്ധങ്ങൾക്ക് വിശദീകരണം നൽകുവാനുള്ള ഇടവരും. ഏറ്റെടുത്ത ജോലി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുവാനൊക്കെ സാധിക്കും. അവസരോചിതമായി പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള സമചിത്തതയും സംയുക്തിയും അനുകൂല സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാനൊക്കെ സാധിക്കും. ദീർഘകാല പദ്ധതികൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിക്കും. കുംഭമാസത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ച വിദേശ സ്ഥിരതാമസത്തിനുള്ള അനുമതിയൊക്കെ ലഭിക്കും. അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്കർഷയോടു കൂടിയ പ്രവർത്തനങ്ങളാൽ സാധിച്ചെടുക്കാൻ കഴിയും. മക്കളുടെ വിദ്യാഭ്യാസ ഉദ്യോഗ വിഷയത്തിനുള്ള ലക്ഷ്യപ്രാപ്തിയിൽ ആശ്വാസം തോന്നും. കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനമൊക്കെ നേടും. സുഹൃത്തിൻ്റെ സംയോജിതമായ ഇടപെടലുകൾ അപകീർത്തിയൊക്കെ ഒഴിവാക്കിയെടുക്കാൻ കഴിയും. മീനമാസത്തിൽ ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകും. പ്രായത്തിലുപരി പക്വതയുള്ള സന്താനങ്ങളുടെ സമീപനം ആത്മാഭിമാനമൊക്കെ തോന്നിക്കും. പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് ഈ വിഷുബലം കൊണ്ട് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.